ഒരു സ്മോൾ ടൗൺ ചെക്കൻ്റെ ബിഗ് ഡ്രീം. ആ ഡ്രീമിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മെയിൻ ക്യാരക്ടറിൻ്റെ കെയോസ്, അതിനൊക്കെ ഇടയിൽ കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകുന്ന ഒരു ലവ് സ്റ്റോറി. അതാണ് ഒരു ചെറിയ പ്രൊമൈസസിൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. പക്ഷേ ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് നമ്മളെ ചിരിപ്പിക്കുന്ന എന്നാൽ അതേപോലെ തന്നെ ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ലെയേഴ്സ്. എനിക്ക് തോന്നിയിട്ടാണ് പേഴ്സണലി വളരെ മെച്യൂർ ആയിട്ടുള്ള തീംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമുക്കുള്ള ഈഗോ, ഫ്രസ്ട്രേഷൻസ്, നമ്മുടെ പ്രയോറിറ്റീസ്, റിലേഷൻഷിപ്പ് വാല്യൂസ്, ഇതിനൊക്കെ ഉപരി നമ്മളൊരാളെ ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അതേപോലെ തന്നെ ബ്രദർഹുഡ്, നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ കോംബോ ഇതിനകത്ത് നീരജ് മാധവും അജു വർഗീസും തമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് പിന്നെ എനിക്ക് വരണം, ഡെഫിനറ്റ്ലി ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇതാണ് ഇൻ ഷോർട്ട് ഇതിനെ അവരെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ എന്താ പറയുക, ട്രെയിലറിനകത്ത് കാണിച്ച പോലെ തന്നെ നീരജ് മാധവ് എന്ന ഒരു സ്മോൾ ടൗൺ ഗൈ ദുബായി പോയി കഷ്ടപ്പെട്ട് പുള്ളിയുടെ ഇപ്പോഴത്തേതുമായിട്ടുള്ള ഒരു ആഗ്രഹം വീട് വെക്കുക എന്നുള്ളത്. ആ വീട് വെക്കുന്നതാണ് ഈ കഥ മുഴുവൻ. നത്തിങ് ന്യൂ, നത്തിങ് ഫാൻസി, പക്ഷേ ബ്യൂട്ടിഫുള്ളി സ്ക്രിപ്റ്റഡ്, ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ്. ഇതിൻ്റെ ഡയറക്ടർ വിഷ്ണു ജി രാഘവ്. വാശി എന്ന ടൊവിനോ തോമസ് ആൻഡ് കീർത്തി സുരേഷ് അഭിനയിച്ച ഇതിന് മുമ്പുള്ള കോർട്ട് റൂം ഡ്രാമയാണ് പുള്ളിയുടെ എനിക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീവിയസ് വർക്ക്. സോ പുള്ളിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത്, ഇത് ഡയറക്റ്റും ചെയ്തിരിക്കുന്നത്. സോ a big thanks to the director and the writer himself for putting together such a good script, such a good show. So എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിൽ ഓൾ ഇൻ വൺ പാക്കേജാണ്. ഇതിനകത്ത് ഇമോഷൻ ഉണ്ട്, ഇതിനകത്ത് ലാഫ്റ്റർ ഉണ്ട്, ഇതിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് പ്രപ്പോർഷനിലാണ് എല്ലാ കാര്യങ്ങളും. നമുക്കൊരു സാധനം പോലും മീറ്ററിന് അപ്പുറം ഇപ്പുറം തോന്നത്തില്ല. കുറേ നാളുകൾക്ക് ശേഷം അജു വർഗീസ് ചെയ്തൊരു ക്യാരക്ടർ ഞാൻ കണ്ട് കമന്ന് കിടന്ന്, അതായത് കണ്ട എല്ലാവരും, എൻ്റെ കൂടെ ഇരുന്ന് കണ്ട എല്ലാവരും കമന്ന് കിടന്ന് ചിരിച്ചു പോയ ഒരുപാട് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തൊരു ഷോയാണ്. ഐ എം ഷുവർ ഇത് കാണുന്ന എല്ലാവർക്കും ഈ കാര്യം പെട്ടെന്ന് തന്നെ ക്യാച്ച് ആവും. കാരണം ഒരുപാട് നാൾക്ക് ശേഷം, നേരത്തെ പറഞ്ഞ ഒരുപാട് നാൾക്ക് ശേഷമാണ് അജു വർഗീസ് ഇങ്ങനത്തെ മീറ്ററിലൊരു സാധനം എടുക്കുന്നത്. ആൻഡ് അത് ഒരു വളരെ ഭംഗിയായിട്ട് അജു വർഗീസ് ഇത് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് സീൻ 1 തൊട്ട് എൻഡ് സീൻ വരെ ടോട്ടലി. അതേപോലെ തന്നെ പറയേണ്ട 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി നീരജ് മാധവ് ഹിസ് ബ്രോട്ട് ഔട്ട്. ഡയറക്ടർ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ എന്താണോ ഉണ്ടായിരുന്നത്, ഐ എം റിയലി ഷുവർ ഇത് കാണുന്ന എല്ലാവർക്കും തോന്നും ദാറ്റ് നീരജ് ദിസ് ഇസ് വൺ ഓഫ് ഹിസ് ഫൈനസ്റ്റ് ഓഫ് വർക്ക്സ്. ഇതിനു മുമ്പ് പുള്ളി അടിപൊളിയായിട്ട് RDX ഒക്കെ പുള്ളിയുടെ ബ്യൂട്ടിഫുൾ മൂവിയാണ്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു മീറ്ററാണ് ഈ സീരീസ്. ആൻഡ് നീരജ് ഹാസ് ഡൺ ഫാൻറ്റാസ്റ്റിക് ജോബ് ഇൻ ദാറ്റ്. ഗൗരി, നമുക്ക് എല്ലാവർക്കും 96 പരിചയമുള്ള ഗൗരി, 96 മാത്രമല്ല, ഷീ ഹാസ് ഡൺ ഫാബുലസ് അതർ വർക്ക്സ് ആസ് വെൽ. പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നൊരു പേര് 96 ആയിരുന്നു. ബട്ട് സോ ഷീ ഹാസ് ഡൺ, ഷീ ഈസ് ഓൾസോ ലൈക്ക് നീരജിൻ്റെ മീറ്റർ പിടിച്ച് ആ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ആ പാർട്ടും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്. 2 പേരുടെയും പാരൻസിൻ്റെ കാസ്റ്റിംഗ് അടിപൊളിയാണ്. അവർ ചില സാധനങ്ങൾ നമുക്ക് ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പോലെ നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്ടർ ഹാസ് പുട്ട് ഇറ്റ് ഓൺ സ്പോട്ട്. ശരിക്കും ലൈം ലൈറ്റിൽ നിർത്തി നമുക്ക് ശരിക്കും. ഇതിനകത്ത് ഗൗരിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചൊരു പുള്ളിയുണ്ട്, കിരൺ പീതാംബരൻ. പുള്ളിയാണ് ഇതിനകത്ത് ഗൗരിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ചില സീനുകളിലൊക്കെ പുള്ളി എടുത്തിരിക്കുന്ന എഫേർട്ട്, പുള്ളി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ, അതായത് പുള്ളിയുടെ മുഖത്തെ ചെറിയ മൈക്രോ എക്സ്പ്രഷൻസൊക്കെ നമുക്ക് ശരിക്കും നമുക്ക് ലൈക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പുള്ളി ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻ എന്താണെന്നുള്ളത് ആ സമയത്ത് അതിഗംഭീരമായിട്ട് അങ്ങനെ പുള്ളി പിടിച്ചിട്ടുണ്ട് ആ സാധനം. സോ ദാറ്റ് ഈസ് അനദർ തിങ്. ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ്. ഇത് ടൈം വേർതി സീരീസാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ടെങ്കിൽ ഒരു ഫ്യൂ hours that you can spare, that you want to relax, വേറെ പ്രത്യേകിച്ച് ഒരു ഹെവി ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണാത്ത, അല്ലെങ്കിൽ ഒരു ക്വിക്ക് എസ്കേപ്പ് ടു എ ഗുഡ്
ഫീൽ ഗുഡ് പ്ലേസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിക്കപ്പ് ദ സീരീസ് ആൻഡ് വാച്ച് ഇറ്റ്. ഇതൊരു ബിഞ്ച് വാച്ചാണ്. ഐ മീൻ ഇത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് പറ്റിയില്ലായിരുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ഇത് ഇൻ ആൻഡ് ത്രൂ എൻജോയ് ചെയ്താണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് എ ബിഞ്ച് വാച്ച്. ഒന്നത്, ഇഫ് യു ആസ്ക് മീ ഇഫ് യു ഷുഡ് വാച്ച് ദിസ്, I would say definitely watch it. Watch it and let me know how you feel. Thanks for watching and see you soon with the next video. Cinema kando.